സ്റ്റോറിയിലെ കമന്റ് അന്വേഷിച്ചാരും പോണ്ട. അത് അതിവിദഗ്ധമായിട്ട്. ഹായ് ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ അമല ഷാജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പം അറിയാലോ, അമല ഷാജി അറിയാത്തവരാരുമില്ല. നമ്മുടെ ടിക്ടോക്ക് ഇറങ്ങിയ സമയത്ത് നമ്മുടെ ഒരു പ്രത്യേക ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടൊരു നടന്നു വരുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, ഒരു സ്റ്റൈലൊക്കെ ആയിട്ടുള്ളത്. ഇപ്പം അമലയ്ക്ക് തമിഴ്നാട്ടിലാണ് ഫാൻസും, ചേച്ചിക്കും അനിയത്തിക്കും ഒക്കെ അങ്ങ്. അപ്പോൾ നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ ഒരു കോമഡി വീഡിയോ കണ്ടൻറ് ക്രിയേറ്റർ നമ്മുടെ ഗ്രീഷ്മ ബോസ്, അപ്പം അവർ ഒരു കോമഡി ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഈ അമല ഷാജിയുടെ അമ്മ കമൻ്റ് ഇട്ടു. മോശമായിട്ടുള്ള രീതിയിലൊരു കമൻ്റ് ഇട്ടായത്. ഒന്ന് ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ അമ്മ ഈ രണ്ട് പെൺകുട്ടികളുടെ ഓരോ വീഡിയോസിനും താഴെ കമൻറ്റ് നെഗറ്റീവ് ഒക്കെ കാണുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയും കൂടാണ് ഈ അമ്മ. ഈ അമ്മ തന്നെ ഒരാടെ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ലല്ലോ. ഇത് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് ചെയ്യുന്ന ഈ ആൾക്ക് എന്ത് യോഗ്യതയും കൂടെ ഉണ്ടെന്നൊന്ന് ആലോചിക്കണം. നിങ്ങൾ നിങ്ങളുടെ മുഖം ഒന്ന് പോയി ഒന്ന് കണ്ണാടി പോയി നോക്കുക, അപ്പോൾ അറിയാം. ഞാനും ഒന്ന് പറയുമൊന്നുമല്ല, ഞാൻ എൻ്റെ ഇതങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പറയുന്നത് മനസ്സിലാക്കണം. അപ്പോൾ അവർക്ക് എത്രമാത്രം വിഷമം ഉണ്ടായെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതും ആ കമൻ്റ് ഇട്ടേക്കുന്നൊന്ന് കാണണം സത്യത്തിലാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആദ്യം ആ യൂട്യൂബറിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം ഞാൻ. സ്റ്റോറിയിലെ കമന്റ് അന്വേഷിച്ചാരും പോണ്ട. അത് അതിവിദഗ്ധമായിട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹെൽത്തി ക്രിറ്റിസിസംസ് ആർ ഓൾവേസ് അപ്രീഷിയേറ്റഡ്. പക്ഷേ ബോഡി ഷേമിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാളുടെ ശാരീരികമായ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ നിറത്തെ ഒക്കെ കളിയാക്കിക്കൊണ്ട് തമാശയ്ക്ക് പോലും നമ്മൾ സംസാരിക്കരുത്. കാരണം അത് എപ്പോഴും അവരുടെ മനസ്സിലൊരു കരടായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഞാനിത് ഇത്രയും പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ എന്റെ ലൈഫ് ലോങ് ബോഡി ഷേമിംഗ് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്, ചെറുപ്പം തുടങ്ങി. അപ്പൊ എനിക്കറിയില്ല എത്രമാത്രം ഹേർട്ടാവുന്നുള്ളത്. ഇപ്പോഴും എനിക്ക് പണ്ട് എന്നെ വിളിച്ച ഓരോ വാക്കുകൾ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. എന്നെ 5 പറഞ്ഞാൽ 10 എനിക്ക് തിരിച്ചു പറയാനുള്ള ഒരു ധൈര്യമുണ്ട്. പക്ഷെ അതിങ്ങനെ പറയാൻ പറ്റാത്ത കുട്ടികൾ ഉണ്ട്. സോ മാക്സിമം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് ഇടുമ്പോഴോ കമന്റ് ഇടുമ്പോഴോ ബോഡി ഷേമിംഗ് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പം അവർ പറഞ്ഞു കേട്ടില്ലേ, പണ്ടായിരുന്നെങ്കിൽ അവർക്ക് പറയാനുള്ള എന്തോ അവരുടെ ഗട്സ് പോലും ഇല്ല. പക്ഷെ ഇപ്പോൾ അവർക്കുണ്ട്. സത്യമാണ്, സമൂഹത്തിൽ എത്ര പേരുണ്ട് ഇങ്ങനെ പേടിച്ചും അവിടെയൊക്കെ മാറിയിരിക്കുന്നത്. ആ സ്ത്രീ, അവരുടെ പേര് ബീന ഷാജി എന്നാണ്. അയാൾ ബീന ഷാജി. എനിക്ക് തോന്നി ഈ പിള്ളേരാന്ന് തോന്നി ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തതെന്ന് തോന്നാൻ. ഒന്നെങ്കിൽ ഈ അമ്മ ചെയ്യാൻ ചാൻസ് കുറവ്. എനിക്ക് തോന്നി ഈ പിള്ളേർ വല്ല ഇട്ടാണെന്നും അറിയാൻ പറ്റത്തില്ല. ആര് അമലയാണെങ്കിലും മറ്റേവളാണെങ്കിലും ആരായിക്കോട്ടെ, നിനക്ക് എന്താ കമൻറ്റ് കേൾക്കണം. സത്യത്തിൽ നിനക്ക് നാണമില്ലേ? കൗമുഖത്തിൻ്റെ ബാക്ക് പോലെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവർ കമൻ്റ് ഇട്ടേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് അവർ കൊണ്ട് കേസ് കൊടുത്ത് ഇവർ എത്രമാത്രം പെട്ടുപോകുമെന്ന് ആലോചിച്ച് നോക്കി. ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് ഈ ഇട്ട ബീന ഷാജി പ്രൊഫൈലിൽ കയറി നിങ്ങളൊന്ന് കയറി നോക്കും. ഇപ്പം ഇവരുടെ മക്കളെ കുറിച്ച് തന്നെ ഫിൽറ്ററാണ്, മാങ്ങയാണ്, തേങ്ങയാണെന്ന് തന്നെ നമ്മുടെ നാട്ടുകാരാണ് പറയാറുള്ളത്. എത്ര ഇപ്പം അത് പോരാത്തതിനെന്ന് വെച്ചാൽ ഇവരുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കണം. എല്ലാ എണ്ണവും സെക്ഷൻ 499 എന്നും പറഞ്ഞ് തുടങ്ങും. എന്നിട്ട് എസ്സേ പോലെ കുറ്റം പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന് ആലോചിച്ച്, ഒരു 4 മില്യൺ ഇതുള്ളതാണ്. അപ്പോൾ അവരത് മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. അമലയ്ക്കും പിന്നെ വേറെ സഹോദരി ഉണ്ടല്ലോ, അവർക്ക് മെൻഷൻ ചെയ്ത്. നിങ്ങൾക്ക് നാണമില്ലെന്ന് ആലോചിക്കുന്നത്. ഇപ്പോൾ ഒന്ന് ആലോചിച്ചു. പക്ഷേ ഇവർക്കൊരു കൂസലുമില്ല. ഇവരിപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കമൻറ്റ് വരുന്നു, നെവർ മൈൻഡ്. ഇത് അവർ ശ്രദ്ധിക്കാതെ പോയാൽ ശരിയാ. 2 ദിവസത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ആൾക്കാരങ്ങ് മറന്നു പോകും. ഇത് കമൻ്റൊക്കെ ഇടുമ്പോൾ ഒന്ന് ആലോചിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉളുപ്പ് വേണ്ടേ? എല്ലാവരും കഷ്ടപ്പെട്ടൊക്കെ തന്നെ വരുന്നത്. ഇതൊക്കെ കുറച്ച് ഓവറാണ്. എന്ത് യോഗ്യതയുണ്ട് ഇവർക്കൊക്കെ പറയാൻ? ഇപ്പം ബൈ ഗൈസ്.